കടലാഴങ്ങളിലും ഭൂമികുലുക്കത്തിൻ്റെ പ്രകമ്പനങ്ങളിലും ആമോദം കണ്ടെത്തുന്ന ഒരു ദേവൻ. കടൽ വെള്ളത്തിൻ്റെയും കടൽ ജന്തുക്കളുടെയും കുതിരകളുടെയും ഒക്കെ ദേവൻ. ദേവരാജാവിനേക്കാൾ ഒട്ടും പിറകിലല്ല താനെന്നൊരു ഭാവം എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ. അതെ, ഒളിമ്പ്യൻ ദേവനായ പൊസൈഡോണിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാരംഗി സ്പീക്സിൻ്റെ ഗ്രീക്ക് മിത്തോളജി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രോണസിൻ്റെയും റേയുടെയും ആൺമക്കളിൽ നടുക്കഷ്ണമാണ് പൊസൈഡോൺ. സ്യൂസിന് മുമ്പ് ഹേഡിസിന് ശേഷം. കൊടുങ്കാറ്റിൻ്റെയും സമുദ്രത്തിൻ്റെയും മാത്രമല്ല, ഭൂമികുലുക്കത്തിൻ്റെയും കുതിരകളുടെയും കൂടെ ദേവനാണെന്ന് പറഞ്ഞല്ലോ. കൊടുങ്കാറ്റും സമുദ്രവും ഭൂമികുലുക്കവും ഒക്കെ ഓക്കെ, ഏതാണ്ട് ഒരുമിച്ച് വരുന്ന സംഗതികളാണ്. പക്ഷേ ഈ കുതിരയോ? പൊസൈഡോൺ എങ്ങനെയാണ് കുതിരകളുടെ ദേവനായെന്നുള്ള കഥയെ നമുക്ക് പറയാം. ഇനി നമുക്ക് പൊസൈഡോണിൻ്റെ പല പല പേരുകളും ചിഹ്നങ്ങളും ഒക്കെ നോക്കാം. റോമൻ നാമം നെപ്റ്റ്യൂൺ എന്നാണ്. കാള, കുതിര, ഡോൾഫിൻ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിഹ്നങ്ങളാണ്. നീണ്ട കറുത്ത താടിയും ഒരു ത്രിശൂലം, അതായത് ട്രൈഡൻറ്റും ഒക്കെ ആയിട്ടാണ് പൊസൈഡോണിനെ കാണപ്പെടുന്നത്. സ്യൂസിന് തണ്ടർ ബോൾട്ടും ഹേഡീസിന് അദൃശ്യനാക്കുന്ന കിരീടവും ഉണ്ടാക്കി കൊടുത്ത സമയത്ത് സൈക്ലോപ്സ് പൊസൈഡോൺ ഉണ്ടാക്കി കൊടുത്തതാണ് ആ ട്രൈഡൻറ്റ്. മത്സ്യവും കുതിരയും ചേർന്നൊരു ജീവിയായ ഹിപ്പോക്യാമ്പസ് വലിക്കുന്നൊരു തേരിലാണ് പൊസൈഡോൺ എപ്പോഴും സഞ്ചരിക്കുന്നതായി കരുതാറുള്ളത്. പൊതുവെ ചൂടനും ദേഷ്യക്കാരനും ഒക്കെ ആയിട്ടാണ് പൊസൈഡോണിനെ കരുതുന്നെങ്കിലും ചില സമയങ്ങളിൽ കടലിനെ പോലെ തന്നെ ശാന്തനായിരിക്കുന്നതും കാണാം. അതുകൊണ്ട് തന്നെ നാവികരുടെ എല്ലാം ശിക്ഷകൻ മാത്രമല്ല രക്ഷകനായും കണക്കാക്കുന്നത് പൊസൈഡോണിനെയാണ്. ടൈറ്റന്മാരെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് ഓഷ്യനസ് ആണ് ഭൂമിയിലെ മൊത്തം ജലത്തിൻ്റെ അധിപൻ എന്നാണ്. ടൈറ്റനോമാക്കിൽ ഓഷ്യനസ് പങ്കെടുത്തില്ല. അതുമാത്രമല്ല, ടാർട്ടറസിൽ അടയ്ക്കപ്പെട്ട ടൈറ്റന്മാരുടെ കൂട്ടത്തിലുമില്ല ഓഷ്യനസ്. അപ്പോൾ പിന്നെ വീണ്ടും ജലസ്രോതസ്സുകളുടെ എല്ലാം ദേവൻ അദ്ദേഹം തന്നെ ആവണ്ടേ? പക്ഷേ ഗ്രീക്ക് ഇതിഹാസ കഥകളിലൊക്കെ പറയുന്ന പ്രകാരം ഓഷ്യനസ് ശുദ്ധജലത്തിൻ്റെ ദേവനാണ്. അതേപോലെ തന്നെ ഭൂമിയെ ചുറ്റിയുള്ള ഓഷ്യനസ് എന്ന് പറയുന്നൊരു നദി ആ ദേവൻ്റെ ഒരു പ്രതിരൂപമാണ്. പൊസൈഡോൺ എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ, കടൽ വെള്ളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ദേവനാണ്. ഒരിക്കലും ഓഷ്യനസും പൊസൈഡോണും തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ കാര്യം കഥകൾ എവിടെയും സൂചിപ്പിക്കുന്നില്ല. പൊസൈഡോൺ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഓഷ്യനസ് സ്വാഭാവികമായും പിൻവലിഞ്ഞിട്ടുണ്ടാവണം. അതുമാത്രവുമല്ല, ഒരുപാട് കടൽ ദേവതമാരുടെയും ഒക്കെ പിതാവായിട്ടാണ് ഓഷ്യനസ് അറിയപ്പെടുന്നത്. ഓഷ്യനസിൻ്റെ ഒരു കർമ്മം പ്രധാനമായിട്ടും അതായിരുന്നു എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇനി പൊസൈഡോണിൻ്റെ കുറച്ച് കുടുംബകാര്യം. പ്രണയത്തിൻ്റെ കാര്യത്തിൽ അനിയനായ സ്യൂസിനോട് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയ ആളാണ് പൊസൈഡോൺ. മനുഷ്യന്മാരിൽ, ദേവതകളിൽ, നദീദേവതകൾ എന്ന് വേണ്ട എല്ലാവരിലും ഒരുപാട് മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് പൊസൈഡോണും. സ്യൂസിന് ഹെര എന്നതുപോലെ പൊസൈഡോണിൻ്റെ ഒഫീഷ്യൽ വൈഫാണ് ആംഫിട്രൈറ്റി. 50ഓളം വരുന്ന നിറീഡ്സിൽ ഒരുവളാണ് ആംഫിട്രൈറ്റി. നിറീഡ്സ് എന്ന് വെച്ചാൽ ജലദേവതമാരാണ്. നിറിസിൻ്റെയും ഡോറിസിൻ്റെയും മക്കൾ. 50 പേരാണവർ. ജലദേവതമാരല്ലേ, സ്വാഭാവികമായിട്ടും ജലരാജാവ് അവർക്കൊരു ഹീറോ ആയിരിക്കുമല്ലോ. പക്ഷേ ആംഫിട്രൈറ്റിക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആംഫിട്രൈറ്റിക്ക് കല്യാണം കഴിക്കണമെന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണ ആലോചനയായിട്ട് പൊസൈഡോൺ വന്നപ്പോൾ ആംഫിട്രൈറ്റി നോ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇത് ഞാൻ പുറകെ വന്നാലോ എന്ന് പേടിച്ചിട്ട് അറ്റ്ലസ് പർവ്വതത്തിലേക്ക് ഒളിച്ചോടുകയും ചെയ്തു. ജലരാജാവ് വളരെ വിഷമത്തിലായി. അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട് സഹായത്തിനായി ഡെൽഫിനസ് എന്ന് പറയുന്ന ഒരു ജലജീവി എത്തി. ഡെൽഫിനസ് അറ്റ്ലസിലേക്ക് പോയി മധുരവാക്കുകളൊക്കെ പറഞ്ഞ് ആംഫിട്രൈറ്റിയെ മയക്കിക്കൊണ്ടുവന്ന് ഒരു നല്ല ഭർത്താവായിരിക്കും പൊസൈഡോൺ എന്ന് കൺവിൻസ് ചെയ്തു. ആ വാക്കുകളിൽ മയങ്ങി ആംഫിട്രൈറ്റി പൊസൈഡോണിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. ആ വിവാഹത്തിലുണ്ടായ 3 മക്കളാണ് ട്രിറ്റൺ, റോഡ്സ്, ബെന്തസ്കിമി. ട്രിറ്റൺ ആണ് അതിനുശേഷം യാത്രകളിലൊക്കെ പൊസൈഡോണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ. വേണമെങ്കിൽ ഒരു തെരാളി എന്ന് തന്നെ പറയാം. റോഡ്സ് ഐലൻഡ്സിന് ആ പേര് വന്നത് രണ്ടാമത്തെ കുട്ടിയായ റോഡ്സിൻ്റെ പേരിൽ നിന്നാണ്. 3ാമത്തെ ആൾ പെൺകുട്ടിയാണ്. അതിനെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും മിത്തോളജിയിൽ പറഞ്ഞു കേട്ടിട്ടില്ല. ഏതാണ്ട് സ്യൂസിനോളം തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഉള്ള ആളാണ് പൊസൈഡോൺ. പക്ഷേ ആംഫിട്രൈറ്റി അത്തരം കാര്യങ്ങളിലൊന്നും കാര്യമായിട്ട് ഇടപെട്ടില്ല. എന്ന് വെച്ചാൽ ഹെര സ്യൂസിന് എങ്ങനെയൊക്കെ തലവേദന ഉണ്ടാക്കിയോ അതേപോലെ പൊസൈഡോണിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ആംഫിട്രൈറ്റി ഉണ്ടാക്കിയില്ല. ഭർത്താവിൻ്റെ ഈ ദുർനടപ്പിനോട് എതിർപ്പില്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ആ കാര്യത്തിലൊന്നും പോയി ആളെ ഉപദേശിക്കാൻ മെനക്കെട്ടില്ല ആംഫിട്രൈറ്റി. സലാസി എന്നാണ് റോമൻ കഥകളിലെ ആംഫിട്രൈറ്റിയുടെ പേര്. ഉപ്പുവെള്ളത്തിൻ്റെ ദേവതയായിട്ടാണ് അവർ കരുതപ്പെടുന്നത്. തനിക്ക് ചെയ്ത സഹായത്തിൻ്റെ പേരിൽ ഡെൽഫിനസിനെ ഒരു നക്ഷത്ര സമൂഹമാക്കി ആകാശത്ത് പ്രതിഷ്ഠിച്ചത്രേ പൊസൈഡോൺ. രക്ഷയായും ശിക്ഷയായും ഒക്കെ എന്തായാലും ഒരുപാട് നക്ഷത്ര സമൂഹങ്ങളുണ്ട് ആകാശത്തല്ലേ, ദേവന്മാരുടെ പല പല ചെയ്തികളുടെ ഭാഗമായിട്ട്.
ആഫ്രഡൈറ്റിയോടും പൊസൈഡോണിനെ ഇഷ്ടമുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആഫ്രഡൈറ്റിയുടെ പേര് യവന കഥകളിലുടനീളം ഏറിസുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊസൈഡോണിന് പോകെ പോകെ ആഫ്രഡൈറ്റിയുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഡിമീറ്ററും പൊസൈഡോണുമായിട്ടുള്ള കഥ നമുക്കറിയാം. ഡിമീറ്ററിൻ്റെ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ കഥയിൽ നമ്മൾ കുതിര രൂപത്തിലാണ് പൊസൈഡോൺ ഡിമീറ്ററിനെ പ്രാപിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ കുതിര ഉണ്ടായെന്ന് ചോദിക്കാം. പക്ഷേ കുതിര ശരിക്കും ഉണ്ടായത് അങ്ങനെയല്ല. ആ കഥ പിന്നെ വരുന്നതേ ഉള്ളൂ, നമുക്ക് പറയാമേ. അതിനു മുമ്പ് ഹിന്ദു പുരാണങ്ങളിലും ഇതിനോട് സാമ്യമുള്ളൊരു കഥയുണ്ട്. അതായത് സൂര്യദേവൻ പത്നിയായ സപ്നയെ പ്രാപിച്ചത് കുതിരയുടെ രൂപത്തിലാണെന്നും അതിലുണ്ടായ മക്കളാണ് ദേവന്മാരിലെ വൈദ്യന്മാരെന്നറിയപ്പെടുന്ന അശ്വിനി ദേവകളെന്നുമാണ് പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൂര്യൻ്റെ പ്രഭ താങ്ങാനാവാതെ സപ്ന കാട്ടിലേക്ക് പോയപ്പോൾ കുതിരയുടെ രൂപം സ്വീകരിച്ചു. അതിന് പുറകെ സൂര്യദേവൻ എത്തിയാണത്രേ സപ്നയിൽ കുട്ടികളുണ്ടായത്. ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ഇടയ്ക്കിടെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു പേരാണ് മെഡൂസയുടേത്. ഒരു ഭീകരജീവിയാണ്. മുടിയിഴകൾക്ക് പകരം സർപ്പങ്ങളും മുഖത്തേക്ക് ആര് നോക്കിയാലും നോക്കുന്നവർ കല്ലായി മാറുന്ന ഒരു ഭീകര യുവതി. പക്ഷേ മെഡൂസ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിസുന്ദരിയായൊരു യുവതിയായിരുന്നു. മെഡൂസയുടെ കഥയ്ക്കൊരു പ്രീക്വലുണ്ട്. അതിൽ പൊസൈഡോണിന് ഒരു പങ്കുണ്ട്. അഥീനയുടെ ക്ഷേത്രത്തിലെ പൂജാരിണികളായിരുന്നു മെഡൂസയും മെഡൂസയുടെ സഹോദരിമാരും. 3 പേരാണ് അവർ. മെഡൂസയും പൊസൈഡോണും തമ്മിൽ ഇഷ്ടത്തിലായി. എന്നിട്ട് അഥീനയുടെ ക്ഷേത്രത്തിൽ വെച്ച് അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. അഥീനയ്ക്ക് ദേഷ്യം വന്നു. അഥീന ദേഷ്യത്തിൽ മെഡൂസയെ ഈ രൂപത്തിലാക്കി തീർത്തു. പൊസൈഡോണോ അഥീനയുടെ ദേഷ്യം കണ്ടപ്പോഴേ ആളവിടുന്ന് സ്ഥലം വിട്ടു. മെഡൂസയും സഹോദരിമാരും ദീർഘകാലം ഒരു ഗുഹയിൽ ഒളിച്ചു പാർത്തു. പല ഗ്രീക്ക് വീരന്മാർക്കും അവർ ഒരു പ്രശ്നമായി തീർന്നിട്ടുണ്ട്. എന്നാൽ പിന്നീട് വന്ന ഒരു വീരൻ മെഡൂസയ്ക്ക് ശാപമോക്ഷം നൽകുന്നത് വരെ. മെഡൂസയുടെ ശരീരത്തിൽ നിന്നും ഉണ്ടായ 2 ജീവികളാണ് വിശിഷ്ട കുതിരയായ പെഗാസസും ക്രിസോറും. ഇനി ഒരുപാട് കഥകൾ പറയുമ്പോൾ നമുക്ക് ആ വീരനെ പറ്റി പറയാനുള്ളതുകൊണ്ടാണ് ഇവിടെ മെഡൂസയുടെ കഥ ചെറുതാക്കി പറയുന്നത്. മനുഷ്യരിൽ പൊസൈഡോണിൻ്റെ പ്രണയിനികളായവരെ പറ്റിയും അവരുടെ മക്കളെ പറ്റിയും നോക്കാം. അതിലൊന്നാമത്തെ ആൾ അയത്രയാണ്. അയത്ര എന്ന് പറയുന്നത് വീരനായ തീസിയസിൻ്റെ അമ്മ. പിന്നെ യൂറിയൽ എന്ന് പറയുന്നത് ഓറിയോണിൻ്റെ അമ്മയാണ്. യൂറിനോമിയാണ് മറ്റൊരു പത്നി. 3 ക്യാരറ്റ്സ് യൂറിനോമിയും സ്യൂസും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുണ്ടായത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ യൂറിനോമി അല്ല, ഇത് വേറെ ആളാണ്. മറ്റേ യൂറിനോമി നദീദേവതയായിരുന്നു. ഇത് ഗ്ലോക്കസ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഭാര്യയായിരുന്നു. ഹേഡിസിൻ്റെ കഥ പറഞ്ഞപ്പോൾ സിസിഫസിനെ പറ്റി പറഞ്ഞില്ലേ? സിസിഫസിൻ്റെ മകനാണ് ഗ്ലോക്കസ്. ബെല്ലറഫോൺ എന്നാണ് യൂറിനോമിക്ക് പൊസൈഡോണിലുണ്ടായ മകൻ്റെ പേര്. പക്ഷേ ഗ്ലോക്കസ് സ്വന്തം മകനെ പോലെ തന്നെയാണ് ബെല്ലറഫോണിനെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോക്കസിൻ്റെ മകനാണ് ബെല്ലറഫോൺ എന്നും ചില കഥകളിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് കുതിരകളുണ്ടായ കഥയിലേക്ക് വരാം. അങ്ങനെ ഒരു കഥയുടെ കാരണം തന്നെ ഒളിമ്പ്യൻ ദേവതകളിൽ ഒരാളുമായിട്ട് പൊസൈഡോണിനുള്ള കടുത്ത വിരോധമാണ്. ആരാണെന്നറിയാമോ അത്? എഥീന. പുരാതന ഗ്രീസിൽ മിക്കവാറും നഗരങ്ങൾക്കും അതിൻ്റെ രക്ഷാദേവന്മാരോ ദേവതകളോ ഉണ്ടായിരുന്നു. പേട്രൺ ഗോഡ് ഓർ ഗോഡസ് എന്ന് പറയും. ഉദാഹരണത്തിന് ഇപ്പം ആർഗോസ് നഗരത്തിൻ്റെ രക്ഷാദേവത എന്ന് പറയുന്നത് ഹെരയാണ്. അറ്റിക്ക എന്ന് പറയുന്ന ഗ്രീക്ക് നഗരത്തിൻ്റെ രക്ഷാദേവനായി മാറിയാലോ എന്ന് പൊസൈഡോണിനൊരു ആഗ്രഹം. ഈ ആഗ്രഹവുമായിട്ട് പൊസൈഡോൺ എത്തിയപ്പോൾ ഇതേ ആവശ്യമായിട്ട് നേരത്തെ അവിടെ ഒരാൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, എഥീന. അപ്പോൾ 2 പേരും തമ്മിൽ മത്സരമായി. മത്സരം എന്താണെന്ന് വെച്ചാൽ ആ നഗരത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒന്ന് 2 പേരും ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന ഏതാണെന്ന് അവർ തീരുമാനിക്കും. അതുണ്ടാക്കിയ ആളിനെ അവിടുത്തെ പേട്രൺ ഗോഡാക്കി മാറ്റും. അങ്ങനെ ആ നഗരത്തിന് വേണ്ടിയിട്ട് പൊസൈഡോൺ ഉണ്ടാക്കിയ മൃഗമാണ് കുതിര. അന്നുവരെ ആ നഗരവാസികൾ കുതിരയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വേഗത്തിൽ യാത്ര ചെയ്യാനും കൃഷിസാധനങ്ങൾ വലിക്കാനൊക്കെ പറ്റിയ ജീവിയല്ലേ. എല്ലാവർക്കും കുതിരയെ വളരെ ഇഷ്ടപ്പെട്ടു. മത്സരത്തിൽ താൻ തന്നെ ജയിച്ചു എന്ന് പൊസൈഡോൺ വിചാരിച്ചു. വലിയ ബുദ്ധിമുട്ടില്ലാതെ വളർത്തിയുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എഥീന ഉണ്ടാക്കിയത്, ഒലീവ്. അതിൽ ഇഷ്ടംപോലെ കായകളുണ്ടാവുകയും ചെയ്യും. നേരിട്ട് ഭക്ഷണമായും അതിൻ്റെ എണ്ണ മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുമാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചാൽ അതൊരു കച്ചവട സാമഗ്രിയായി മാറുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആൾക്കാർക്ക് കുതിരക്കാട്ടിൽ ഇഷ്ടപ്പെട്ടത് ഒലിവ് മരമായിരുന്നു. അങ്ങനെ നഗരവാസികൾ തങ്ങളുടെ രക്ഷാദേവതയായി അഥീനയെ തിരഞ്ഞെടുത്തു. ആ നഗരമാണ് ഏഥൻസ് എന്ന് അറിയപ്പെട്ടത്. പരാജയപ്പെട്ട പൊസൈഡോണിന് ദേഷ്യം വരാതിരിക്കുമോ? ഭൂകമ്പത്തിൻ്റെയും കടലിൻ്റെയും ദേവൻ എന്താ ചെയ്തേ?
ആ നഗരത്തിൻ്റെ ഒരു ഭാഗം വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കളഞ്ഞു പൊസൈഡോൺ. ശരിക്കും പറഞ്ഞാൽ മെഡൂസ പോലും എഥീനയോടുള്ള പൊസൈഡോണിൻ്റെ ദേഷ്യത്തിൻ്റെ ഒരു ഇരയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ രക്ഷാദേവ ആകുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ദേവന്മാരും ദേവതകളും ഒക്കെ ആയിട്ട് കുറേ അടിപിടി നടത്തിയിട്ടുണ്ട് പൊസൈഡോൺ. ഏജിയൻ നഗരത്തിന് വേണ്ടിയിട്ട് സ്യൂസുമായിട്ട്, അതേപോലെ ആർഗോസിന് വേണ്ടിയിട്ട് ഹെരയായിട്ട്, ഹീലിയസും ആയിട്ടും ഉണ്ട്. പക്ഷേ ഹീലിയസിൻ്റെ സ്ഥലം വന്നപ്പോൾ സ്യൂസ് ഇടപെട്ടിട്ട് രണ്ടുപേർക്കും പപ്പാതെ അവകാശം കൊടുത്തു. ഇനി ഏഥൻസിൻ്റെ കാര്യത്തിൽ തന്നെ നഗരത്തിൻ്റെ പേട്രൺ കോഡാകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഏഥൻസിൽ പൊസൈഡോണിനും. ആ അക്രോപോളിസിൽ അതിനോടൊപ്പം തന്നെ പൊസൈഡോണിൻ്റെയും ഒരു പ്രാർത്ഥനാ മന്ദിരമുണ്ട്. സ്യൂസിൻ്റെ എതിരാളികളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പണ്ട് ഒരു കഥ പറഞ്ഞിരുന്നു. പൊസൈഡോണും അപ്പോളോയും ഹെരയും ഒക്കെ കൂടെ ചേർന്നിട്ട് സ്യൂസിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച കഥ. അത് അമ്പയെ പരാജയപ്പെട്ടു പോയി. അതിൻ്റെ ഫലമായിട്ട് ഹെരയ്ക്ക് കിട്ടിയ ശിക്ഷ നമ്മൾ കണ്ടു. തല കീഴായിട്ട് ആ മാനത്ത് തൂങ്ങിക്കിടക്കുക. അതിനെനിക്ക് ശിക്ഷയൊന്നും കിട്ടിയില്ല. പൊസൈഡോണിനെ അപ്പോളോയും ഭൂമിയിലേക്ക് അയച്ചെന്ന് പറഞ്ഞില്ലേ. ട്രോയിലെ രാജാവായിരുന്ന ലേമെഡോണിൻ്റെ കീഴിൽ ജോലിക്കാരായിട്ടായിരുന്നു. ചില കഥകളിൽ അപ്പോളോയും പൊസൈഡോണിനും ഒരേ ജോലിയാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില കഥകളിൽ ഈ മതിലുണ്ടാക്കുന്ന പണി പൊസൈഡോണിന് കിട്ടിയെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കഥയുടെ ബാക്കി പത്രം എന്താണെന്ന് വെച്ചാൽ, ജോലി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ കൂലി കൊടുത്തില്ല രാജാവ്. അത് മാത്രമല്ല അവമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ നഗരത്തിനെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് പൊസൈഡോൺ അപ്പോഴും. പൊസൈഡോണിന് കടുത്ത ദേഷ്യമുള്ള മറ്റൊരു വീരനുണ്ട് ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ. ആരാണെന്നറിയാമോ? നമ്മുടെ ഒഡീസിയസ്, യുളീസസ് എന്നറിയപ്പെടും. ട്രോജൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇതിയാൻ ജന്മദേശമായ ഇത്താക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 10 വർഷം ഏതാണ്ട് നാട് മൊത്തം ചുറ്റി. അതിന് കാരണം പൊസൈഡോൺ ആയിരുന്നു. പൊസൈഡോണിനുണ്ടായ ഒരുപാട് ഭീകരജീവികളായ മക്കളുണ്ട്. അതിലൊരു ഒരു കൂട്ടം ആൾക്കാരാണ് സൈക്ലോപ്സും. നമ്മുടെ ദേവന്മാർ ടാർട്ടറസിൽ നിന്നും മോചിപ്പിച്ച സൈക്ലോപ്സ് അല്ല, ഇത് വേറെ ഒരു കൂട്ടം സൈക്ലോപ്സ് ആണ്. അതിലൊരാളുടെ കണ്ണ് ഒഡീസിയസ് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഒഡീസിയസിനോട് കടുത്ത വിരോധമായി. പിന്നെ പല വിധത്തിൽ ഒഡീസിയസിനെ പല നഗരങ്ങളിൽ ചുറ്റിയ ശേഷമാണ് ഇത്താക്കയിൽ എത്തിച്ചത്. അത് പൊസൈഡോണിൻ്റെ വേറൊരു വിരുത്. മൈസീനിയൻ നാഗരികതയുടെ കാലഘട്ടത്തിൽ പൊസൈഡോണിന് സ്യൂസിനെക്കാട്ടിലും ഏതാണ്ട് പ്രമുഖ സ്ഥാനം ഉണ്ടായിരുന്നു ദേവന്മാരുടെ കൂട്ടത്തിൽ. പിന്നെ നദികളിൽ കൂടിയുള്ള വ്യാപാരവും ഗതാഗതവും ഒക്കെ ഒരുപാട് കൂടിയപ്പോഴും പൊസൈഡോൺ വളരെ പ്രധാനപ്പെട്ട ദേവനായി മാറി. കാരണം കപ്പലുകൾക്കും ബോട്ടുകൾക്കും ഒക്കെ സുഗമമായി സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കുന്നത് പൊസൈഡോൺ അല്ലേ. ഇത്രയൊക്കെയാണ് പൊസൈഡോണിൻ്റെ വീരകഥകൾ. നമ്മൾ ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുക. നമ്മൾ ഒരു ദേവനെ പറ്റി പറയുമ്പോൾ മറ്റു പലരെയും ബന്ധപ്പെടുത്തി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കഥകൾ പറയുമ്പോഴൊക്കെ ഈ പൊസൈഡോണും വന്നു പോകുന്നുണ്ട്. അപ്പോൾ കടലിൻ്റെ ദേവൻ, കടൽ വെള്ളത്തിൻ്റെ ദേവൻ, കുതിരകളുടെ ദേവൻ, അങ്ങനെ പലതിൻ്റെയും ദേവനായ പൊസൈഡോണിനോട് വിട പറഞ്ഞിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരാളിലേക്ക് പോകാം. അതുവരേക്കും പഴയ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഗ്രീക്ക് ഇതിഹാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ബൈ ഫ്രം സാരംഗി സ്പീക്സ്.